എടുക്കുന്ന വീഡിയോ. ഇപ്പം ഏകദേശം 4:30 നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മിന്നുവിന് വയ്യ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5:30 ആവാറായി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങി കാണുമെന്ന് തോന്നുന്നു. നമ്മളിവിടെ കുറച്ച് സാധനങ്ങളും പിന്നെ ബേബിയുടെ കുറച്ച് സാധനവും മിന്നിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. 13-ന് ഡ്യൂ ഡേറ്റ് പറഞ്ഞത്. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ന് ഡെലിവറി ആണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞോ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് മിന്നുവിന് എനിക്ക് ലൈക്ക് ഐ ആം സോ ടെൻസ്ഡ്. അപ്പോൾ മിന്നു ആണോ ബിക്കോസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പെയിൻ ടോളറൻസ് ഭയങ്കര കുറവാണ് മിന്നു. സോ സ്കെയർ. സോ അപ്പോൾ ഹിന്ദിന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിഞ്ഞു, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ യൂബർ വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ അല്ലേ. സോ പക്ഷേ ഭയങ്കര ടെൻഷൻ ഗായ്സ്, ഭയങ്കര ടെൻഷൻ. എനിക്ക് അറിഞ്ഞൂടെ. സോ ഒന്നുകൂടെ പറയാം, 13-ാം തീയതി ആയിരുന്നു ഡ്യൂ ഡേറ്റ് പറഞ്ഞത്. ഇന്ന് 10-ാം തീയതിയാണ്. സോ നേരത്തെ വരാം. അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴേത് സമയത്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് സോ നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഞാൻ 13 കാരണം കഴിഞ്ഞ തവണ സ്കാനിങ്ങിൽ പോയാലും അങ്ങനെ പെയിനോ കാര്യങ്ങളൊന്നും വരെ വന്നു തുടങ്ങിയില്ലായിരുന്നു. സോ അപ്പം നമുക്ക് എന്തായാലും പോവാം. I'm really so excited, but I'm so tense too. Like ഞാൻ നേരത്തെ പറഞ്ഞ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസാണ് ഞാൻ. സോ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ രാവിലെ ആയിട്ട് പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിക്കണം, കാരണം ബ്ലോക്ക് കാണത്തില്ല. ഇപ്പം 6 മണിയായ അമ്മ 6 മണി ആവാറായി. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ട് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ എന്തായാലും കൊണ്ട് ചേർന്ന ഉടനെ ഫസ്റ്റ് ഓഫ് ഓൾ ലേബർ റൂമിൽ കയറ്റണം. ലേബർ റൂമിൽ കയറ്റിനിപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ യൂബറിന് വെയിറ്റ് ചെയ്യണം. കയറ്റി പറ്റില്ല, സംസാരിക്കാൻ പറ്റൂല. മകളിൽ കയറണമെന്ന് തോന്നുന്നു. സോ ഓക്കെ, അപ്പം മേഖലയിൽ കയറണം. പക്ഷേ എനിക്ക് ലേബർ റൂമിൽ കയറിയാലും മിന്നുവിനെ കാണണമെന്നുണ്ടായിരുന്നു. മിന്നുവിനെ ഇനി ഇറക്കൂലേ? ബേസിക്കലി ഇപ്പോൾ 9:15 ആയി. ആൻഡ് പക്ഷേ ഇതുവരെ ഉള്ളു. സോ ഇപ്പം 11:15 ആകാറായി. 11:15. ഓ, അപ്പോൾ ഇപ്പോഴും വേറൊരു ഡീറ്റെയിൽസില്ല. സോ ഇപ്പം നമ്മൾ രാവിലെ കഴിഞ്ഞിപ്പം ഈ ഒരു കേക്കും വെള്ളമാണ് കുടിക്കുന്നത്. ഞാൻ സീരിയസ് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഭയങ്കര ടെൻഷൻ. എനിക്കറിയാം ഞാൻ നേരത്തെ ടെൻഷൻ, പക്ഷേ എക്സൈറ്റഡ് ആണ്, ടെൻഷനാണ്. ലൈക്ക് സീരിയസ്ലി ആകുമ്പോൾ ഞാൻ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ്, എല്ലാവരും ഇമോഷൻസും കൂടെ ഒന്നിച്ച് വന്ന പോലെ. സോ വെയിറ്റിംഗ്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയാം, എനിക്ക് മിന്നുവിനെ ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പേ കാണാൻ പറ്റില്ല. എനിക്ക് മിന്നുവിനെ കാണണമെന്നുണ്ടായിരുന്നു. അതെനിക്ക് സങ്കടമായി. അത് മിന്നുവിനെ ഹോസ്പിറ്റലിലേക്ക് വന്ന ഉടനെ ലേബർ റൂമിലാക്കി. സോ പിന്നെ നമ്മളവിടെ നിന്ന് വരുമ്പോൾ ലേറ്റാകും. യൂബറൊക്കെ വിളിച്ച് വരണേ. എന്തായാലും നമുക്ക് ചേട്ടൻ ഇനി എന്തായാലും വരും. ചേട്ടൻ ഇന്ന് കയറി നാളെ വെളുക്കുമ്പോഴത്തേക്ക് വരും. അപ്പോഴത്തേക്ക് ബേബി വരുമല്ലേ എന്നൊന്നും അറിയത്തില്ല ഇപ്പോഴത്തേതിലും. എനിവേ സോ അപ്ഡേറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. കറക്റ്റ് ലേബർ റൂമിലാണ്. സോ നിയറായിട്ട് തന്നെ ഇരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എന്തായാലും ലേറ്റ് ആവുന്നതെന്ന്. ഡോക്ടർ വന്നില്ല. ഡോക്ടറിന് വേറെ ഡെലിവറി ഉണ്ടെന്ന് പറയണേ. പക്ഷേ ഒരു അപ്ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. സോ എനിക്ക് ഉറക്കെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഉറക്കെ പറയുന്നത് ലൈക്ക് ഹോസ്പിറ്റലായിട്ട് ആ ഒരു ഇതിൽ പറയാനേ പറ്റും. എനിക്കറിയത്തില്ല.
ഹാപ്പിയാണ്. ലൈക്ക് 5 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്രസവിച്ചു. ആൻഡ് ഇറ്റ്സ് എ ബോയ്. അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ കുറച്ച് ആഡാക്കാം. ലൈക്ക് ഞാൻ മിന്നുനെ കയറി കണ്ടായിരുന്നു. അതിലേക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. മിന്നു ഓക്കെയാണ്. ആൻഡ് മിന്നുനെ കാണുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പിയാണ്. ഓക്കെ ആവും. നല്ല എന്തായാലും ബാക്കി വീഡിയോ ഇതാക്കാതിരിക്കാൻ എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടില്ല. ഭയങ്കര ഹാപ്പി. ലൈക്ക് ഇറ്റ്സ് എ ബോയ് ഗൈസ്. ഞാൻ പേഴ്സണലി ഗേളായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച ഗേൾ തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് എ ബോയ്. ബട്ട് ഐ എം സോ എക്സൈറ്റഡ്. ഐ എം റിയലി എക്സൈറ്റഡ്. ടൈനി ഫീറ്റ് ഹാസ് അറൈവ്ഡ് ഫൈനലി. ഇപ്പം രാത്രി 9 മണിയായി. സോ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ ഇപ്പം 8:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഡൽഹിയിലെത്തി. ഇനി അവിടെ നിന്നൊരു 2 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ബേബി ഹെൽത്തി, മദർ ഹെൽത്തി. ഐ എം സോ ഹാപ്പി. ഭയങ്കര നല്ലതായിട്ടിരിക്കണം. കാരണം റൂമിൽ ചെറിയ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് 10 മണിക്കാണ് പിന്നീട് ഇറക്കുന്ന ലേബർ റൂമൊന്നും. അതിന് ശേഷം റൂമൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് വേണം നോക്കിയാവാൻ. എനിവേ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് പറയാൻ പറ്റാത്ത കാട്ടിങ്. ലൈക്ക് സീരിയസ്ലി ഐ എം സോ ഹാപ്പി. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ചാർജൊക്കെ ഇടയ്ക്ക് വെച്ച് തീർന്നു പോയത്. പിന്നെ ഞാൻ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ഇട്ടത്. ലൈറ്റിന് കുറച്ച് ഇഷ്യൂണ്ട്. ഓക്കെ ഇപ്പോൾ റൂമിലൊക്കെ വന്നു. ഇപ്പോൾ നേരത്തെ പിന്നെ കാണിച്ചപ്പോൾ ബേബി അവിടെ ഉണ്ട്. യെസ്. സോ that's what again update will be coming. ഇപ്പോൾ മിന്നൊന്ന് ഫ്രഷ് ആവാൻ പോയിക്കുക. പോരാളി സുന്ദരിയല്ലേ ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സമയം 12:10. ഉറക്കം വരണ? ഹായ് ഗൈസ്. സോ ഇപ്പം 4 മണി. നമ്മൾ മെഡിക്കൽ മറ്റേ ഫാർമസിയിൽ പോയി സംഭവം വാങ്ങണം. പിന്നെ പോവാം. ചെന്ന് കയറിയപ്പം മാറിപ്പോയി. ഹായ് ഗൈസ്. സോ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. നമ്മളിപ്പോൾ വീട്ടിലോട്ട് വന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി. ജസ്റ്റ് ഒത്തിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴി കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് പോകാം. മറ്റേ ഹായ് ഗൈസ്. സോ ഇന്ന് ഡേ 3. സോ ഇന്ന് മിക്കപ്പോഴും ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് ഇന്ന് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ നമ്മൾ പിക്കപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. ഇതായിരുന്നു ഒരു ഡെലിവറി വ്ളോഗ്. എല്ലാം ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.